ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതിന് മുമ്പുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന് വീടൊരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും വാങ്ങാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ അന്നത്തെ ദിവസത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളും റെസിപ്പിയും എല്ലാം ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം, മറന്നേ പോലെ. ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം റഫീക്ക പോകുന്നതിന് മുമ്പ് കുറച്ച് ക്ലീനിങ്ങും പരിപാടിക്കാണ് കേട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു പുല്ലും കാടൊക്കെ വരില്ലേ, മഴ പെയ്തപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ് കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോവല്ലേ, അപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ പുല്ലിലും അതുപോലെ തന്നെ പുല്ലൊക്കെ കട്ട് ചെയ്തതാണ്, എന്നാലും അതിൻ്റെ ഉള്ളിലൂടെ വേറെ പുല്ലില്ലേ അത് വരും, പിന്നെ കള വരും, അങ്ങനത്തെ ഒക്കെ വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ തന്നെ കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കണം. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ മുറ്റടിച്ച് വരുമ്പോൾ ജസ്റ്റ് അങ്ങ് അടിച്ചു വാരി പോവാന്നല്ലാണ്ട് ഇങ്ങനെ മുറ്റത്ത് കുറേ നേരം നിന്ന് അങ്ങനെ വൃത്തിയാക്കിയിട്ട് പോക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ഡെയിലി ചെയ്ത് അങ്ങനെ അങ്ങ് പോവുക ചെയ്യുക. അപ്പോൾ ഇതൊരു പണിയായിട്ട് നമുക്ക് വരലില്ല. അപ്പോൾ അതെന്തായാലും അതൊക്കെ ഒന്ന് പുല്ലിലെത്തതും അതുപോലെ തന്നെ ഇൻ്റർലോക്കത്തതും ആ കളയൊക്കൊന്ന് പറിച്ചെടുക്കാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് മുമ്പുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചായിട്ട് ഓരോ ദിവസങ്ങളിൽ ചെയ്യലാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളത്തതായാലും അതുപോലെ തന്നെ പുറത്തതായാലും ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും പരിപാടിയൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് അകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് വൃത്തിയാക്കാനുള്ളതേ ഉള്ളൂല്ലോ. അപ്പോൾ ഒരു മാസം മുമ്പ് നമ്മൾ നല്ല റമദാൻ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഹെവി ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല അല്ലേ. എന്നാലും ഒന്ന് വൃത്തിയാക്കാനെന്ന് പറയാൻ പറ്റില്ല, ഒന്ന് മൊഞ്ചാക്കാൻ ഉണ്ടാവില്ല നമ്മളെ വീട്. നമ്മൾ റമദാനിലാണെങ്കിലും അതുപോലെ തന്നെ ഇനിയിപ്പം റമദാനിനെ നമ്മൾ ആ രീതിയിൽ വരവേറ്റു. ഇനിയിപ്പോൾ ഈദ് വരികയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ നല്ല അടിപൊളിയാക്കി വെക്കൂലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു സുഖമല്ല കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ ചെയ്യുമ്പോൾ അത് രണ്ടാളും നല്ല ഇഷ്ടത്തോടു കൂടി ചെയ്യുകയും ചെയ്യും. അപ്പോൾ റഫീഖാനോട് ഇന്നലെ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ, പണികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നേരത്തെ ഞാൻ പോകുന്നതിന് മുമ്പ് എണീറ്റാൽ ഞാനിനി കൂടിത്തരും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അലാറൊക്കെ വെച്ചിട്ട് എണീറ്റിട്ട് രണ്ടാളും കൂടെ കൂടിയിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ റഫീഖ പോകുന്നതിന് മുമ്പ് ഈ പുറത്തത്തെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തത് എനിക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അടിക്കൽ, തുടക്കൽ, തട്ടൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ഇതങ്ങ് തീർത്തിട്ട് കയറട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഭയങ്കര വെയിലും വരില്ലേ, ഇപ്പം തന്നെ ആയി കേട്ടോ, വെയിലൊക്കെ ആയി. അപ്പോൾ അതാ നമ്മളെ ഇൻ്റർലോക്കും പുല്ലിലത്തെ വലിയ കളകളും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വേഗം ഒന്ന് മുറ്റവും കൂടെ ഒന്ന് അടിച്ചു വാരി അതുപോലെ തന്നെ ചെടിയും ഒന്ന് നനക്കാനുണ്ട് കേട്ടോ. അതാ നമ്മുടെ ബോൾസും ചെടിയൊക്കെ അല്ലേ, അത് ഡെയിലി നനക്കണം. ഒന്നുകിൽ ഞാൻ അധികം ഇപ്പോൾ രാത്രി ആട്ടോ നനക്കുക. കാര്യം എന്താ പറയുക, തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നനക്കുക ചെയ്യുക. പിന്നെ വൈകുന്നേരമൊക്കെ ഫുൾ അടുക്കളയിൽ തന്നെ അല്ലേ, അപ്പോൾ അധികവും സമയം കിട്ടലില്ല വൈകുന്നേരം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ തറാവി കഴിഞ്ഞ് വന്നിട്ട് അങ്ങ് നനക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതായിപ്പോൾ ഒന്ന് നനച്ച് എടുക്കണം. പിന്നെ പുറത്ത് ഇനിയിപ്പോൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറം പോർച്ചും അതുപോലെ തന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാലയും കൂടെ തട്ടട്ടെ. ഇപ്പോൾ ഒരു മാസം മുമ്പ് നമ്മളെല്ലാം ചെയ്ത്, പക്ഷെ എത്ര പെട്ടെന്നായി മാറാലയും പൊടിയൊക്കെ വരുന്നതെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. പുറത്തിങ്ങനെ അകത്ത് അത്രയും വരില്ല, പുറത്താണ് വല്ലാണ്ട് വരും. പിന്നെ ഈ വവ്വാൽ വരൂലേ ഈ നമ്മളെ സപ്പോർട്ടയില്ലേ, അതിൻ്റെ ഉപദ്രവം അത് വേറെയുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ചുമരൊക്കെ നന്നായിട്ട് വൃത്തികേടാക്കും. അങ്ങനെയുള്ളവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അകം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചെടുക്കണം. അത്രയൊക്കെ തന്നെ. ഈ ഒരു മാറാല തട്ട്, പൊടി തട്ട്, മാറാല തട്ട് അതില്ലേ ഭയങ്കര നല്ലതാട്ടോ. കാരണം നമ്മളിങ്ങനെ സാധാ മാറാല തട്ടും കൊണ്ട് തട്ടുമ്പോൾ ഈ കുഞ്ഞെട്ടുകാലി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ പൊട്ടിപ്പോയിട്ട് ചുമര് മോശമാകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതാകുമ്പോൾ അതില്ല കേട്ടോ. അതിൽ ഒരു മൈക്രോ ഫൈബർ ആ ഒരു ഫീലാണല്ലോ അത് കിട്ടുന്നത്. അപ്പോൾ അതിലിങ്ങനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുക. നമ്മളിങ്ങനെ തൊയ്യയില്ല, അതിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക. ഞാനിപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവുമല്ലോ, ഇതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല തന്നെയാണ്. ഞാൻ 2 യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്നെന്താണെന്ന് വെച്ചാൽ ഒന്ന് പുറത്ത് നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു പൊടിയും ഇതൊക്കെ നമ്മൾ ചുമരിൽ അകത്തേക്കാവില്ലേ. അപ്പോൾ ഒന്ന് ഞാൻ പുറത്ത് തന്നെ വെക്കും, പുറത്തേക്കായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി വെക്കും. ഒന്ന് ഞാൻ അകത്തേക്ക് തന്നെ എടുക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അകവും പുറവും ഒന്ന് തന്നെ തട്ടുന്നതല്ല.
പിന്നെ ഇതാ ഈ ഒരു ടൂൾസ് അടിപൊളിയാണ് കേട്ടോ. ഇത് കുറേ മുമ്പേ നമ്മൾ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയ ഐറ്റംസാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഇതിങ്ങനെ പൊടി തട്ടുന്ന സമയത്ത് ശരിക്കും ഈ പാർട്ടീഷൻ്റെ ഉള്ളിലൊക്കെ തട്ടാൻ തുണി കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണെങ്കിൽ അല്ലേ, മാറാലുണ്ടെങ്കിലും അതുപോലെ തന്നെ പൊടി ഇങ്ങനെ, ഇപ്പോൾ എനിക്ക് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ പറക്കൂല, അതിലിങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വല്ലാത്ത ശല്യം നമുക്ക് ഉണ്ടാവില്ല, എന്നാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അരുകും മൂലയും ഒക്കെ കേട്ടോ. ഈ സെറ്റിൻ്റെ ഏരിയ അങ്ങനത്തേനൊക്കെ അത് നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലെ എല്ലാ ഐറ്റത്തിൻ്റെയും കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്, അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ ഞാൻ തരാത്തത്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതും അതുപോലെ തന്നെ സെറ്റി തട്ടുന്ന അതില്ലേ, അതും അതുപോലെ തന്നെ ഞാൻ ഒരു തവണ വാങ്ങിച്ചത്. അതൊരു സോഫ്റ്റ് ബ്രഷാണ്. അപ്പോൾ ഇങ്ങനെ പൊടിയൊക്കെ പോവും, സെറ്റിയിൽ ഇങ്ങനെ കുട്ടികൾ കൊണ്ട് ഫുഡ് കഴിച്ച് അതൊക്കെ ഉണ്ടാവില്ല ചില വീടുകളിൽ. അപ്പോൾ അതൊക്കെ നീറ്റാക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് മാറ്റ് ഞാൻ വർക്കും ചെയ്യാറുണ്ട്, പക്ഷെ അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ അകൊക്കെ അടിച്ചു വരുന്ന സമയത്ത് മാറ്റൊന്ന് മാറ്റണമെങ്കിൽ ഞാൻ അതുകൊണ്ടൊന്ന് തട്ടി കൊടുക്കാണ്ട് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ വർക്കും ചെയ്യാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് അങ്ങ് വലിച്ചെടുത്ത് നല്ല നീറ്റാകുമല്ലോ. അപ്പോൾ അത് എപ്പോഴും ഒന്നും ഇത് ചെയ്യാറില്ല, ഞാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് വേഗം തട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക. ഇതും അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മളെ ബെഡ് വാക്വം ക്ലീനറാണ്. ഞാൻ അതുകൊണ്ട് ബെഡും ചെയ്യും, അതുപോലെ തന്നെ ഇങ്ങനത്തെ നമ്മളെ കാർപ്പറ്റില്ലേ, നിസ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാർപ്പറ്റും കാര്യങ്ങളും കർട്ടൻ അതൊക്കെ ചെയ്യും കേട്ടോ. നന്നായിട്ട് പൊടി അബ്സോർബ് ചെയ്യും കേട്ടോ അത്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. മൊത്തത്തിലൊന്ന് അടിച്ചു വാരി മേലെയും താഴേക്കൊന്ന് തുടച്ചും കൂടെ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഇതിൻ്റെ തലേ ദിവസമോ ഒക്കെ ആയിട്ട് ഒന്ന് ഓടിച്ചൊന്ന് താഴെ മാത്രം ഒന്ന് തുടച്ചിട്ട് പോകാണ് കേട്ടോ ചെയ്യാം. വലിയ ക്ലീനായിട്ട് ചെയ്യൂല നമ്മൾ, ഭയങ്കര കാര്യമായിട്ട് അതങ്ങ് കഴിഞ്ഞു കേട്ടോ. അങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നോക്കി നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ വാങ്ങിക്കോ. ഇപ്പം ഞാൻ ലിങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് പ്രോഡക്റ്റ് അല്ല ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് അവിടെ കാണാൻ വേണ്ടി പറ്റൂട്ടോ. ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ടാഗ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു കുഷൻ കവറാണ് കേട്ടോ. ഈ ഒരു കുഷനിലേക്ക് അത് കറക്റ്റാണ് 41 കേട്ടോ അതിൻ്റെ അളവ് വരുന്നത്. അപ്പം നിങ്ങളെ കയ്യിലുള്ളതിൻ്റെ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ ഈ ഒരു ക്രീം മാറ്റിയിട്ട് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ആക്കിയതാണ് കേട്ടോ. 5 പീസ്, ചെറിയ പൈസയെ വരുന്നുള്ളൂ കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറി നോക്കുക കേട്ടോ. ചെറിയ പൈസ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എന്താ പറയുക 100 എബോവ് വരുന്ന സംഭവത്തിന് ഈ 5 എണ്ണം വാങ്ങിയിട്ട് എനിക്ക് 200 അങ്ങനെ എന്തോ ചെറിയ പൈസയെ വന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ജിബുണ്ട്, ആ ജിബ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ട എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഒരെണ്ണം ജിബ് ഇടാത്തത് കാണിച്ചു തന്നില്ല, അത് ടൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ടൈറ്റല്ല, ആ ജിബിനൊരു പെർഫെക്ഷൻ ഇല്ല, അപ്പോൾ അത് പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ച് ഇടാത്തതാണ് കേട്ടോ. പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് അങ്ങനെയല്ല കേട്ടോ, നല്ല സ്മൂത്താണേ, നല്ല ക്വാളിറ്റിയുള്ള ജിബും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു സെറ്റും കൂടെ ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഇത് മുകളിൽ മറ്റേതും അങ്ങനെ തന്നെ വെൽവെറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു ക്രീമിലേക്ക് പോകുന്ന ഒരു വെൽവെറ്റ് ഒരു ലൈൻ ഡിസൈൻ, ഒരു സെൽഫ് ഡിസൈനിൽ വരുന്നുണ്ട്. ജിബ് വരുന്നുണ്ട്, നല്ലതാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം എനിക്ക് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഇടയ്ക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേത് നന്നായപ്പോൾ പിന്നെ അത്രയും ചെറിയ റേറ്റാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് നോക്കുമ്പോൾ അത്രയും റേറ്റ് കുറവാണ്, അതുകൊണ്ട് ഓർഡർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ആക്കിക്കോ. പിന്നെ ഈ ഒരു കുഷനില്ലേ നമ്മൾ ബെഡിൽ അതുപോലെ തന്നെ സെറ്റിയിലൊക്കെ വെക്കുന്ന കുഷനും അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ഇതൊക്കെ ഇതിന് വീടൊരുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ എൻ്റെ ടേബിൾ റണ്ണറില്ലേ, അതിലേക്ക് മാച്ചായിട്ട് വാങ്ങിയിട്ടുള്ള പ്ലേറ്റ് മാറ്റാണ് കേട്ടോ. ഇത് നമ്മൾ പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ ആ ഒരു ഗോൾഡൻ തീമിൽ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതും ചെറിയ റേറ്റാണ് കേട്ടോ വരുന്നത്. ഇത് പിന്നെ വരുന്നത് നമുക്ക് 8 ചെയറല്ലേ വരുന്നത് ടേബിളിൽ, അതുകൊണ്ട് തന്നെ ഞാൻ 8 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 4 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് 2 എണ്ണം വാങ്ങേണ്ടിയിട്ട് വന്ന്. നിങ്ങൾക്കിപ്പോൾ 6 എണ്ണം ആണെങ്കിലും നിങ്ങൾ 2 സെറ്റ് വാങ്ങേണ്ടി വരും കേട്ടോ. അവർ വാങ്ങിയാലും അത് കൂടുതലൊന്നും അല്ല കേട്ടോ. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇനി പിന്നെ നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് കാണിച്ചു തരാം. 2 പർദ്ദയാണ് കേട്ടോ. 2 കൂടെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്, പക്ഷേ വന്നിട്ടില്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടേ വരുള്ളൂ.
നല്ല ക്വാളിറ്റിയുള്ള ഈ വൈറ്റ് കണ്ടോ, വൈറ്റിൻ്റെ ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്ന ക്ലോത്താണ്. ഇപ്പോൾ നമ്മളെപ്പോലെ എന്നെപ്പോലെയുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും, അതായത് കുറച്ച് ടീനേജ് പ്രായം ഉണ്ടല്ലോ, അപ്പോൾ അവർക്കാണെങ്കിലും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അവരിപ്പോൾ പർദ്ദ ഇടുമല്ലോ, നല്ല രസമുണ്ട് കാണാൻ. സ്ലീവൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. ക്ലോത്ത് ആണെങ്കിൽ അടിപൊളി ക്ലോത്ത്, നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്ന ക്ലോത്താണ്. അതിൻ്റെ സ്ലീവിൽ വരുന്ന വർക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡ് വർക്ക് കേട്ടോ. നല്ല രസം, അതാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. പിന്നെ ഷോള് വൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ മുഖം മറക്കുന്ന എന്താ അതിന് പറയുന്നത്, നിക്കാബ് എന്നോ ബുർക്കാന്നോ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതും അതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. വൈറ്റ് ഷോളും വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. പിന്നെ ഇതാ ഒരു ബ്ലാക്ക് പർദ്ദയും കൂടെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ വൈറ്റ് വന്നപ്പോൾ എനിക്ക് ഇത് പർദ്ദ രീതിയിലല്ല, നമുക്ക് എന്തിനു വേണമെങ്കിലും എങ്ങോട്ട് പോകാനെങ്കിലും അത് യൂസ് ചെയ്യാം കേട്ടോ. ആ ഒരു ടൈപ്പ് ഡ്രസ്സായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാനൊരു ബ്ലാക്കും കൂടെ ഓർഡർ ആക്കിയതാണ്, അതും അടിപൊളിയതിന്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊരു 2000-നൊക്കെ കൊടുത്ത് വാങ്ങുന്ന പർദ്ദയാട്ടോ. ശരിക്കും ഒരു 500-600 രൂപക്കൊക്കെയാണ് നമ്മൾ കിട്ടുന്നത്. ഒരു സ്ലീവിൽ മാത്രമാണ് ബ്ലാക്കിൽ ആ ഒരു വർക്ക് ആ ഒരു രീതിയിൽ വരുന്നത് കേട്ടോ. അത് വൈറ്റിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല സിമ്പിൾ സംഭവമാണ് കേട്ടോ. ഇതാണ് ആ വൈറ്റിൻ്റെ, എനിക്കറിയില്ല, ഇങ്ങനെ മുഖം മറക്കുന്ന സംഭവം അതാണ്. പിന്നെ ഇതാ വൈറ്റിൻ്റെ ഷോളിൽ ഇങ്ങനെ ആ ഒരു കോർണറിൽ ഇങ്ങനെ ആ ഒരു സെയിം വർക്കില്ലേ, അതിങ്ങനെ അവിടെയും വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ ഇടുന്നവരാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ വൈറ്റ് ഷോൾ ഇട്ടിട്ട് ഞാൻ ഇട്ട് നോക്കി, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ വൈറ്റ് ഷോളിന് ഇടണമെന്നില്ല, നമുക്ക് ചേഞ്ച് ആക്കിയിട്ടും ഇടാം കേട്ടോ. ആ ഒരു റേറ്റിന് അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ആക്കിയത്, നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇത് ഓർഡർ ആക്കിയതാണ്. ഇത് നമ്മളിങ്ങനെ തൊപ്പിത്തട്ടെന്ന് പറയില്ല, ആ സംഭവം അങ്ങനെ ഉള്ളിൽ മഫ്തേൻ്റെ ഉള്ളിൽ കെട്ടുന്നത്. പക്ഷെ അത് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ക്വാളിറ്റിയും ഉണ്ട്. നല്ല കെട്ടുമ്പോൾ, തലയിൽ കെട്ടുമ്പോൾ നമുക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഭാഗത്ത് നെറ്റ് വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾ നോക്കി നോക്ക്, വേണമെങ്കിൽ വാങ്ങിച്ചോ. പിന്നെ ഒരു ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോറിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നൊരു സംഭവം. ഇതും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റമദാൻ മുബാറക്ക് വാങ്ങിയപ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞ ഈദിനും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കാം. പിന്നെ ഞാൻ ടേബിൾ റണ്ണർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മാച്ചായിട്ടാണ് ഞാൻ ആ ഒരു പ്ലേറ്റ് മാറ്റ് വാങ്ങിയത് കേട്ടോ. ഇനി ഇതൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പർദ്ദ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ ചോദിക്കലില്ലേ എൻ്റെ ഓരോ ഡ്രസ്സുകൾ എവിടെന്നാ എന്താ ലിങ്ക് തരൂ, അങ്ങനെ ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തപ്പോൾ തന്നെ തന്നത്. ഞാനങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്നായിട്ടൊന്നും പർച്ചേസ് ചെയ്യില്ലടാ. കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ട അങ്ങനെ വാങ്ങും. അത് എവിടെ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു അറബിക് ഡ്രസ്സ് ഇട്ട് ഒരു പർദ്ദ എന്ന് ഇതിന് നമുക്ക് പറയാനേ പറ്റില്ല. പിന്നെ പർദ്ദയൊക്കെ ചിലർ എല്ലായിടത്തും പർദ്ദ ഇടൂലേ, അങ്ങനെയുള്ളവർ കല്യാണത്തിന് വരെ അങ്ങനെയുള്ളവർക്കൊരു വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. വെറൈറ്റി സാധനം തന്നെ. ഒരു എന്താ പറയുക, ഒരു റെയർ പീസ്, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സൈസ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം. ഇതിപ്പോൾ എനിക്കിത് കറക്റ്റ് ആണ് കേട്ടോ. ടൈറ്റും ഇല്ല, ഭയങ്കര ലൂസും ഇല്ല, അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ. നന്നായിട്ടൊക്കെ ഷോളൊക്കെ കുത്തി നല്ല അടിപൊളിയായിട്ടൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അത് ഞാനിപ്പോൾ റഫായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മളെ ഒരു ബ്ലാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്കിൽ ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഓർഡർ ക്യാൻസലായി പോയിട്ട്, എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് തന്നെ ആയതായിരിക്കും. എത്തുന്ന അന്ന് എൻ്റെ അടുത്ത് ക്യാൻസലായിട്ട് പോയി. എന്നിട്ട് പിന്നെ അത് ശരിക്കും ഇന്നലെ വരേണ്ടതായിരുന്നു. അപ്പം ഞാൻ അതും കൂടെ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ കിട്ടിയില്ല. ഇനിയിപ്പോൾ ഞാൻ റമദാൻ കഴിഞ്ഞിട്ട്, ഈദൊക്കെ കഴിഞ്ഞിട്ടാണ് അത് വരിക. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. പർദ്ദ നമുക്ക് എപ്പോഴും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചോ. റേറ്റ് അടിപൊളി റേറ്റാണ്. നമുക്ക് എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാവുന്ന ഒരു രീതിയിലുള്ള പർദ്ദയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഇത് കണ്ടോ, പൊതുവേ ഞാനങ്ങനെ പർദ്ദ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ട്, അങ്ങനെ ഒരു ഭാരമായിട്ട് തോന്നിയില്ല. ഇങ്ങനെ പറന്ന് ഭയങ്കരതായിട്ട് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് പുറത്ത് പോവുകയാണേ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വാവൻ്റെ നൈറ്റി അത് കറക്റ്റായിട്ടില്ല എന്ന്. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ആക്കി എടുക്കണമായിരുന്നു. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല, എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ കല്യാണിച്ചിക്കും എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആണെന്ന്, അതൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഉപ്പാക്ക് റെഡിമെയ്ഡ് ഷർട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ റെഡിമെയ്ഡ് വേണ്ട, തയ്ക്കാനുള്ളത് മതിയെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ തയ്ക്കാനുള്ള ക്ലോത്തൊക്കെ മുറിച്ചെടുത്തു, മുണ്ട് വാങ്ങിച്ചു, വാവൻ്റെ നൈറ്റി വാങ്ങിച്ചു. അത് വേറെ ബോക്സിലാട്ടോ ഉള്ളത്, അതാ കാണാത്ത ഉമ്മാൻ്റെ നൈറ്റി വാവൻ്റെ നൈറ്റിയൊക്കെ അത് വിട്ടുപോയി. അതവിടെ നമ്മൾ കൗണ്ടറിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ ഉപ്പാക്ക് വേണ്ടതും അതുപോലെ തന്നെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ വന്നതാണ്. ഇതിപ്പോൾ ഈ പച്ച കല്യാണേച്ചിക്കുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കട്ടെ. ഇങ്ങനെ ലുങ്കി നമ്മൾ സാരി എടുത്ത് കൊടുക്കലുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ മുണ്ടും ബ്ലൗസും അത് ആണ് കേട്ടോ എടുക്കുന്നത്. അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. ഉപ്പാൻ്റെയും കഴിഞ്ഞ്, അതുപോലെ തന്നെ ഉമ്മാൻ്റെയും വാവിൻ്റെയും കല്യാണേച്ചിൻ്റെയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. റഫീക്ക ഡ്യൂട്ടിക്ക് പോയിട്ടോ, സ്റ്റേഷനിലേക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോകട്ടെ, വേഗം ഒരു ഓട്ടോ കയറട്ടെ കേട്ടോ. അമ്പലേരിയേ അങ്ങനെ വേഗം വന്നു. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ വേഗം അസ്ര നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നത്. എനിക്ക് സിന്ദൂറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിങ്ങൾ കണ്ടല്ലോ, വേഗം ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങ് നിൽക്കേണ്ടി ഒന്നും, വേഗം കിട്ടും ടൗണിൽ തന്നെയല്ലോ, പക്ഷെ കുറച്ച് അങ്ങോട്ടൊക്കെ നടക്കേണ്ടി വന്നു, പക്ഷേ അതൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഞാൻ വന്ന് കുറച്ച് കട്ട് ചെയ്യേണ്ട വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കാരണം വീഡിയോ എടുക്കേണ്ടത് നമുക്ക് കുറച്ചൊരു പ്ലാനിങ് വേണം, എന്നാലാണ് സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നിന്ന് നമുക്ക് ഉള്ള സമയം കൂടെ പോയി പോകും കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് സംഭവം ആവലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് സവാള, 2 സവാള, പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ, മസാലയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പുറത്ത് ഞാനിന്ന് തരിയാണ് കേട്ടോ തരി കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് കഴിയാനായില്ലേ നോമ്പ്, അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിലർക്ക് തരി ഭയങ്കര ഇഷ്ടമായിക്കോട്ടാ. നമുക്കങ്ങനെ എന്നൊന്നും ഇഷ്ടമല്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെ 2-3-4 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ഉണ്ടാക്കുകയാണെങ്കിലും ഭയങ്കര പാലിൽ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുക. പക്ഷേ ചിലർക്ക് നന്നായിട്ട് പാല് വേണ്ടി വരും. നമുക്കിവിടെ അങ്ങനെ ഭയങ്കര പാല് ചായക്കാണെങ്കിലും തരി കാച്ചിയിലേക്കാണെങ്കിലും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. റഫീഖക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ നമ്മളാക്കുക. പിന്നെ അതുമല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കുക, കുറച്ച് അധികം ലൂസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പാലിലേക്കുള്ള നമ്മൾ തരിയിലേക്ക് വേണ്ടിയിട്ടുള്ള, തരി കാച്ചിയിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു, ലൈറ്റ് മധുരം കേട്ടോ, അതാണ് ഇവിടെ ഇഷ്ടം. പിന്നെ അത് ഒന്ന് പാലൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ കേട്ടോ റവ, നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയില്ലേ, അത് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് സെറ്റായിട്ട് വരട്ടെ. അപ്പം അത് നേരത്തെ ഇട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് കുക്കായിക്കോളൂ. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് റവ വന്ന് കഴിഞ്ഞാൽ അത് റെഡി ആവുമല്ലോ. പിന്നെ ഒന്ന് വറവൊഴിച്ചാൽ മതിയാവും. ഞാൻ വറവിട്ടിട്ടും ഉണ്ടാക്കിയെടുക്കില്ല, കാരണം ഉള്ളിയും കഷ്ണോട്ടൊക്കെ വറവിട്ടതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ പാലും വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കില്ല, അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സവാള അവിടെ കുക്കായിട്ട് വരുന്നുണ്ട്, തരിക്കഞ്ഞി അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി ഉപ്പേരിക്ക് അരിഞ്ഞു വെച്ച കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചെടുത്തു. എന്നിട്ട് കാരണം ഉപ്പ ഉണ്ടാക്കിയ ക്യാബേജ് അല്ലേ, അപ്പോൾ അതിങ്ങനെ ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു പിടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. പിന്നെ നമ്മൾ ചിക്കൻ റോള് പപ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലേ, സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഹെൽത്തിയുമാണ്, മാത്രമല്ല ആ ഒരു സവാളേൻ്റെ ക്വാണ്ടിറ്റി അത്രയും വേണ്ട, ടേസ്റ്റും കൂടും കേട്ടോ, നല്ലതാണ്. ഈ സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കിത് നല്ലതാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റിൽ ഒട്ടും മോശം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ കുറച്ച് കുറഞ്ഞു പോയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പേരിന് കുറച്ച് ഒരു പിഞ്ചൊക്കെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചിക്കൻ ഉപ്പിട്ടിട്ട് വേവിച്ച്, ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചിക്കൻ കേട്ടോ, അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞിയും അവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി അതൊന്ന് വറവൊഴിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ മസാല റെഡിയായി, ഇനി സ്നാക്സിനുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാനല്ലേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതൊന്ന് തരിക്കൊഞ്ഞി ഒന്ന് വറവിട്ടെടുക്കട്ടെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, ഞാൻ ചെയ്യുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളേ. ചെറിയുള്ളി, കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചെറിയ ഉള്ളീൻ്റെ ഫ്ലേവർ, പക്ഷെ ചിലർക്ക് ഇതന്നെ വേണം കേട്ടോ. ഇത് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ട് അങ്ങനെ തോമ്പിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു നൊസ്റ്റാൾജിക് വിഭവമായിരുന്നു അപ്പോൾ തന്നെയാണ്. ഞാൻ വെറുതെ നെയ്യ് ഒഴിച്ചിട്ടും ആക്കലുണ്ട്, കാഷ്യൂനട്ട് മാത്രം ഇട്ടിട്ടും, കാഷ്യൂനട്ടും കിസ്മസും മാത്രം ഇട്ടിട്ടും ഒക്കെ ആക്കലുണ്ട് കേട്ടോ. ഓരോരോ ദിവസത്തെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കുക. പിന്നെ പണി എളുപ്പമാവുന്ന അങ്ങനെയൊക്കെ കേട്ടോ ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് എടുക്കാനുള്ള നേരം ഉണ്ടാവില്ല, ചില സമയത്ത് ഉള്ളി അരിയാനുള്ള നേരം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഒരു മൂഡിന് അല്ലെങ്കിൽ ഒരു സമയത്തിനനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം എടുത്തിട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ മസാല റെഡിയാണല്ലോ, അപ്പോൾ ആ ഒരു റോളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇതിൻ്റെയൊക്കെ ആ ഒരു ഗുണം മനസ്സിലാക്കുന്നത്. ഞാൻ റമദാൻ പ്രിപ്പറേഷനിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ, നമ്മൾ റോസ്റ്റ് ചെയ്തതാണ്, പിന്നെ ഫ്രീസറിലും ആണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കവർന്ന് ആവശ്യത്തിനുള്ളത് എടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പം അത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു സമയത്തൊക്കെ. ഇല്ലേ മിക്സി എടുക്കണം, മിക്സിയുടെ ജാർ എടുക്കണം, പൊടിക്കണം, ആക്കണം, അതൊരു അടുക്കള പെരങ്ങലും കാര്യങ്ങളും എല്ലാം അല്ലേ. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ഗുണമായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ സമോസ ഷീറ്റ് എടുക്കുക, ഇത് വീഡിയോ കാണുന്നത് പോലെ റോൾ ചെയ്തെടുക്കുക. അതിൽ നിറക്കാൻ പറ്റുന്ന അത്രയും മസാല വെച്ച് കൊടുക്കുക, ഒരുപാട് വെച്ച് കൊടുക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും വെച്ച് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ പഴമൊക്കെ ചെയ്തെടുത്ത പോലെ തന്നെ ഇതുപോലെ റോളാക്കുക. എന്നിട്ട് അതിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് മൈദയോ കുറച്ച് എഗ്ഗോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് എടുക്കുക. അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളൂ കേട്ടോ. ഇനി ബാക്കിയെല്ലാം കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇത് നമ്മൾ ബനാനേൻ്റെ ആ റോളൊക്കെ ഉണ്ടാക്കിയതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഭാഗമല്ലേ, സൈഡ് ഭാഗം നമ്മൾ ആ ബനാന ചെയ്തപ്പോൾ ആ ബനാന നമുക്ക് സൈഡിലേക്ക് പോവില്ല, അതവിടെ സ്റ്റിക്കി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ചെയ്തില്ല സ്വീറ്റ് ആയിട്ടുള്ള, അതൊന്നും സൈഡിലേക്ക് പോവില്ല. പക്ഷേ ഈ ഒരു മസാല പുറത്തേക്ക് പോവും, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പണിയും കൂടുതൽ നമുക്ക് ബാക്കിയുണ്ട്. അതിനാണ് ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലിനി നമ്മൾ ഈ ബാക്കിയുള്ള മൈദേൻ്റെ ഒരു ഗ്രേവി ഇല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ അത് ബ്രെഡ് ക്രംസിലൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഫുൾ കോട്ട് ചെയ്യണമെങ്കിൽ കോട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതാണ് കാണാനൊരു ഭംഗിയില്ല, കാണാൻ ലുക്കും കഴിക്കാനും അടിപൊളി തന്നെയാണ്. പിന്നെ വെറുതെ അതും ഒരു കോട്ടിങ് കൊടുക്കേണ്ട കാര്യമില്ല. രണ്ട് സൈഡ് ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കട്ടെ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ. ശരിക്കും നമ്മൾ സമൂസേൻ്റെ ഫില്ലിംഗ് ആണ്, പിന്നെന്താ പറയുക, സമൂസേൻ്റെ ഈ ഷീറ്റാണ്, എല്ലാം ആണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, ടേസ്റ്റിൽ നല്ല ഡിഫറൻസാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ശരിക്കും ഇഫ്താർ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഇതാണ് കേട്ടോ, റൈസ് ബ്രാൻഡ് ഓയിലാണ്, തവിടെണ്ണ. അതൊരു ആഡായിട്ട് പറഞ്ഞതല്ല കേട്ടോ, അത് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിൻ്റെ കവറ് കാണിക്കണേന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം. അടിപൊളി ഓയിലാണ്, ഹെൽത്തിയാണ് കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കും. പിന്നെ ഓയിൽ കരിയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, ബേണാവില്ല. അപ്പോൾ ഇത് നല്ല. പിന്നെ ഈ നമ്മൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണയ്ക്ക് പകരമൊക്കെ തന്നെ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നതും ഇത് നല്ലത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും ചിലർക്ക് വെളിച്ചെണ്ണൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ വേണ്ടി വരുമല്ലോ. നമുക്കിവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിഷെല്ലാം ഫ്രൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ശീലമായാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നല്ല ഓയിലാണ് കേട്ടോ. നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാ പാം ഓയിൽ അങ്ങനത്തെ ഓയിലൊക്കെ യൂസ് ചെയ്യൂലേ, സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഇത് ഒലിവ് ഓയിൽ. ഇത് അങ്ങനത്തെ കുറച്ച് റേറ്റ് കൂടുതലുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമ്മളെ സ്നാക്സ് അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണ വേണ്ട,
എന്നാലും 2-3 ടീസ്പൂൺ ഓയിലൊന്നും പോരാട്ടോ, അങ്ങനെ മുങ്ങിക്കിടക്കൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ് നമ്മൾ ഇന്നലത്തെ സ്നാക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. കല്ലുമ്മക്കായ് കളറ് കുറവ്, നല്ല എരിവുള്ള കുറച്ച് മുളക് കൂടിയാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഞാൻ റെഡ് കളർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫുഡിൽ യൂസ് ആക്കലില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് കളറ്, കുറച്ച് അട്രാക്ഷൻ കുറച്ച് കുറയും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നന്നായിട്ട് മുളക് പൊടി കൂട്ടിയിടണം. അപ്പോൾ ആ ഒരു എരിവ് നമുക്ക് നോമ്പിന് പറ്റൂല കഴിക്കുന്ന സ്നാക്സ് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറിൽ നിൽക്കുന്നത്. പിന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. റഫീക്ക വന്നിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എത്ര സമയം ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ, നമ്മൾ ഇതുവരെയുള്ള നോമ്പൊക്കെ നല്ല അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് അല്ലേ. ഇനി എണ്ണപ്പെട്ട റമദാനിലെ നോമ്പേ നമുക്ക് ബാക്കിയുള്ളൂ. പിന്നെ നമുക്ക് ഈദ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ സാധാ ലൈഫിലേക്ക് പോകുന്നു, അങ്ങനെയൊക്കെ. എന്താ അല്ലേ, എത്ര പെട്ടെന്നാണ് റമദാൻ വന്ന് റമദാൻ തിരിച്ചു പോകുന്നത്. ശരിക്കും ഈ ഒരു പ്രായം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് ശരിക്കും ഒരു ഫീല് വരുന്നുണ്ട്, ഒരു സങ്കടം വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ എണ്ണിയിരിക്കുക ചെയ്യുക കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡും അതിനോടനുസരിച്ച് മാറുകയല്ലേ. അങ്ങനെയൊക്കെ എന്തായാലും എല്ലാവരുടെ നോമ്പും നല്ല പടച്ചവൻ സ്വീകരിക്കട്ടെ. നമ്മളെ നോമ്പും നമ്മളെ പ്രാർത്ഥനയും നമ്മൾ ഖുർആൻ ഓതിയതും ദിക്ർ ചൊല്ലിയതും എല്ലാവരും അല്ലേ, അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും പഠിച്ചോ സ്വീകരിക്കട്ടെ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. ഇനിയൊന്നുമില്ല, ഇനി നോമ്പൊക്കെ തുറക്കുക. നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോവും. അതിനുശേഷം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. ഇപ്പോൾ ഈത്തപ്പഴവും വെള്ളവും കുറച്ച് നട്ട്സും കാര്യങ്ങളും അങ്ങനെ മാത്രമാണ് കഴിക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്നാക്സും ജ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കുടിക്കുക കേട്ടോ. ഇപ്രാവശ്യം ശരിക്കും ക്ഷീണം അങ്ങനത്തെ ഒന്നും അറിയാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് സത്യം. ക്ഷീണമൊക്കെ തോന്നുന്നതിന് മുമ്പേ നോമ്പ് കഴിഞ്ഞു. അതുപോലെ തന്നെ ചൂടാണെങ്കിലും അങ്ങനെ തന്നെ. ഇടയ്ക്ക് നമുക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാ നാട്ടിലും അല്ല കേട്ടോ, നമുക്ക് മാത്രമായിരിക്കും ചിലപ്പം മഴ കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് താഴെ അതുപോലെ തന്നെ ചൂടുള്ള സ്ഥലത്തൊക്കെ നല്ല ചൂട് തന്നെയായിരിക്കും. എന്തായാലും നമുക്കത് ആലോചിക്കാനേ വയ്യ. കാര്യം നമുക്ക് തന്നെ ചില സമയത്ത് തറാവിയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു ചൂടെടുക്കലൊക്കെ വരുമല്ലോ എന്തായാലും. അപ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും കേട്ടോ. അത് ഈ താഴെയുള്ളവരെയും അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ അങ്ങോട്ട് എല്ലാവരെയും ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചൂട് അവരെങ്ങനെയായിരിക്കും സഹിക്കുന്നുണ്ടാവുക എന്നൊക്കെ നമ്മളിങ്ങനെ പൊതുവേ നമ്മളുടെ ഇടയിലുള്ളൊരു ടോക്കാണ് കേട്ടോ. അത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഴ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, അതാണ് സത്യം. അറിഞ്ഞിട്ടില്ല, അതാണ് സത്യം. അപ്പോഴത്തേക്കും നോമ്പും തീർന്നു. ഇനിയാണ് നമ്മൾ ചൂടിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാലല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇനി നമ്മൾ പെരുന്നാൾ ഇനിയിപ്പോൾ ഇതിലേക്കാണ് പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ വീഡിയോ തരുമ്പോഴത്തേക്കും ലാസ്റ്റ് റമദാൻ ദിവസവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ആ ഒരു ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.